ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം. കഴിഞ്ഞ 40 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1, 2 അധ്യായവും 3-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ നാം അല്പമായി വിചിന്തനം ചെയ്യുവാൻ ഇടയായി. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുവാൻ ഇടയായത് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ ആണ് ആ ദൂത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം വായിച്ച് ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥവും അതിൽ നിന്നുകൊണ്ട് ചില ആത്മീയ ആശയങ്ങളും ഫിലദൽഫിയ പട്ടണത്തെക്കുറിച്ച് ചരിത്രപരമായ ചില കാര്യങ്ങളും നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 7-ാം വാക്യം വായിച്ച് അതിൽ ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കൊരുമിച്ച് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത 2 പ്രകൃതങ്ങളാണ് വിശുദ്ധിയും സത്യവും എന്നുള്ളത്. ദൈവവചനം ആദിയോടന്തം നാം പരിശോധിച്ചാൽ പഴയ നിയമത്തിലും യഹോവയായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആണ് വിശുദ്ധി എന്നുള്ളത്, വിശുദ്ധിയും സത്യവും എന്നുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും ആ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: വിശുദ്ധനും സത്യവാനുമായ നാഥ എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് വിശുദ്ധിയും സത്യവും ഒരുപോലെ ചേർന്ന് വരുന്ന 2 യാഥാർത്ഥ്യങ്ങളാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പലയിടത്തും വിശുദ്ധന്മാർ എന്ന് ദൈവസഭയെ സംബോധന ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധി എന്നുള്ളത് ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു യോഗ്യതയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് വിശുദ്ധൻ എന്ന് പറയത്തക്ക യാതൊരു യോഗ്യതയും നമ്മളില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ രക്ഷ നമുക്ക് ദാനമായി തന്നപ്പോൾ ദൈവം സ്വയമായി നമ്മെക്കുറിച്ച് വിശുദ്ധന്മാർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മെ വിശുദ്ധന്മാരായി തീർത്തിരിക്കുകയാണ്. അത് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യ പദവിയാണ്.
എന്നാൽ ഈ ഭാഗ്യ പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ജനം, ദൈവജനം വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. 1 പത്രോസ് 1-ാം അധ്യായം 14-15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ എന്ന് കാണുവാൻ കഴിയും. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പോൾ വിശുദ്ധി എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിലൊന്നാണ്. എന്നാലും ദൈവജനത്തെ വിശുദ്ധന്മാർ എന്ന് ദൈവം ആ നിലയിൽ അവരെ കണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹമായിരിക്കുന്ന, നമ്മെ സംബന്ധിച്ച് അനുഗ്രഹമായിരിക്കുന്ന ഒരു സത്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധിയോട് ചേർന്ന് വരുന്നുള്ള പദമാണ് സത്യം എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുകയുണ്ടായി, യോഹന്നാൻ്റെ സുവിശേഷം 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് അവകാശപ്പെടുകയാണ്, ഞാൻ തന്നെ സത്യമാണ്. യോഹന്നാൻ 1:14 നാം വായിക്കുന്നുണ്ട്, കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ നാമും ദൈവമക്കളാണ്. ദൈവമക്കളായിരിക്കുമ്പോൾ നാം വിശുദ്ധിക്കും സത്യത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. തുടർന്ന് നാം അവിടെ വായിച്ചത്, ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ താക്കോൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇതേ വേദഭാഗം നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഈ വാക്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചാൽ, ഹിൽക്കിയാവിൻ്റെ മകനായ എലിയാക്കേമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ധ്വനിയാണ് ഈ വേദഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആശ്ചര്യമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയതായ ഒരു സത്യമാണ് ഇത്. ദാവീദിൻ്റെ താക്കോൽ നിയമപരമായി ക്രിസ്തുവിൻ്റെ അവകാശമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിന് നമ്മുടെ കർത്താവ് ആണ് അവകാശി. അപ്പോൾ താക്കോൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ, നമ്മുടെ കർത്താവിൻ്റെ പരമാധികാരത്തെ കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് അവസാനമായി താൻ നിയോഗം കൊടുക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിനും ഭൂമിക്കും സകല അവകാശവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകലം അധികാരവും ലഭിച്ചവനാണ് കർത്താവ്. കർത്താവാണ് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. അവിടുന്നാണ് ആ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കുന്ന നമ്മുടെ കർത്താവ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് കർത്താവിന് മാത്രം അവകാശപ്പെടുന്ന
കർത്താവിൻ്റെ പരമാധികാരത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയോടെ സത്യത്തിന് സാക്ഷികളായി നിന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം ആയിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വിശ്രമ